Hi dears, welcome to EdDream BCom online class. Today we are discussing Unit 15 of BCOS 185 Entrepreneurship. Entrepreneurshipile last block 4ൽ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 15 സക്സസ് സ്റ്റോറീസ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഫാമിലി ബിസിനസ്സിൽ കണ്ടംപററി റോൾ മോഡലായിട്ടുള്ള കുറേ ഗ്രൂപ്പുകൾ, ടാറ്റ ഗ്രൂപ്പ്, കിർലോസ്കർ ഗ്രൂപ്പൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ യൂണിറ്റ് 15ൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സായി സക്സസ് മെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസ് ഫോം ചെയ്തിട്ടുള്ള കുറച്ച് ഓൺട്രപ്രണേഴ്സിൻ്റെ സ്റ്റോറീസാണ്. അവർ ഏറ്റവും ആദ്യമായി, അതായത് നോർമലി അവരുടെ വീടുകളിലുള്ള ആളുകൾ ചെയ്തിരുന്ന ജോലിയൊന്നും ആവില്ല ബിസിനസ്. അവർക്ക് പുതിയതായി ഒരു ഐഡിയ അവരുടെ മൈൻഡിൽ തോന്നുകയും ആ ഐഡിയയെ ബിസിനസ് ആക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത ഓൺട്രപ്രണേഴ്സിൻ്റെ സ്റ്റോറി, ഫസ്റ്റ് ഓൺട്രപ്രണേഴ്സിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ധീരുഭായ് അംബാനിയെക്കുറിച്ചാണ്. അംബാനി ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫൗണ്ടർ ആയിട്ടുള്ള ധീരുഭായ് അംബാനി. കാരണം ഈ ഓൺട്രപ്രണേഴ്സ് എല്ലാം അവരൊരു ഫസ്റ്റ് ഐഡിയ ആയി ഒരു ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ്സിലൂടെ എത്രയോ വർഷം ലാഭമുണ്ടാക്കുകയും ചെയ്ത ഓൺട്രപ്രണേഴ്സാണ്. അപ്പോൾ ധീരുഭായ് അംബാനി ജനിച്ചത് ഒരു ടീച്ചറുടെ മകനായിട്ടാണ്. ഹിരാചന്ദ് ഗോർധൻഭായ് അംബാനി എന്ന് പറയുന്ന ആളുടെ മകനായിട്ട് ഗുജറാത്തിലാണ് ധീരുഭായ് അംബാനി ജനിച്ചത്. അപ്പോൾ ഒരു ടീച്ചറുടെ മകനാണ്. അതുപോലെ സാധാരണ ഒരു വില്ലേജ് സ്കൂളിലെ ടീച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അപ്പോൾ സാധാരണ രീതിയിൽ മെട്രിക്കുലേഷനൊക്കെ പാസ്സായി അദ്ദേഹം എന്ത് ചെയ്തു, യമൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. മെട്രിക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം അംബാനി മൂവ്ഡ് ടു യമൻ ആൻഡ് സ്റ്റാർട്ടഡ് ആസ് വർക്കിംഗ് ആസ് എ ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡൻറ്റ്. യമനിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിലെ അറ്റൻഡറായിട്ട്, അതായത് അവിടെയുള്ള ഒരു അസിസ്റ്റൻറ്റ് പോസ്റ്റ് പോലെ ഒരു ഓയിൽ കമ്പനിയിലെ ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡൻറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം, അതായത് ആദ്യം ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡ് ആയിരുന്നു, പിന്നീട് ഫില്ലിംഗ് മാനേജറായി, ഗ്യാസ് ഫില്ലിംഗ് മാനേജറായി. അതിൻ്റെ ശേഷം യമനിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷം യമനിൽ ഇങ്ങനെ ഗ്യാസ് ഫില്ലിംഗ് മാനേജറൊക്കെ ആയി ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം 1958 ഇന്ത്യയിലേക്ക് ധീരുഭായ് അംബാനി തിരിച്ചു വന്ന് 1958 ഒരു ടെക്സ്റ്റൈൽ ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അത് ഒറ്റയ്ക്കല്ല, കൂടെ ആരുമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള ചമ്പക്ലാൽ എന്നുള്ള ആളുമായി അസോസിയേറ്റ് ചെയ്താണ് ഒരു ടെക്സ്റ്റൈൽ ട്രേഡിംഗ് കമ്പനി ഓപ്പൺ ചെയ്തത്. ഈ കമ്പനി എന്താ ചെയ്തത്, ദേ ഇമ്പോർട്ടഡ് പോളിയസ്റ്റർ ആൻഡ് എക്സ്പോർട്ട് സ്പൈസസ് ആൻഡ് റയോൺ ഇൻ യമൻ. അവരെന്ത് ചെയ്തു, പോളിയസ്റ്റർ തുണികൾ ഇമ്പോർട്ട് ചെയ്തു. അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്പൈസസ് ഒക്കെ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പിൽ അവരുടെ ബിസിനസ് കുറച്ചു കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ ശേഷം 1956 അദ്ദേഹം എന്ത് ചെയ്തു, ആ ബിസിനസ്, ഇവർ തമ്മിലുള്ള ആ ഒരു ബിസിനസ് അവസാനിപ്പിച്ചു. അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ നടത്തിയിരുന്ന ബിസിനസ് അവർ അവസാനിപ്പിച്ചു. 1966 ഹി ഫൗണ്ടഡ് റിലയൻസ് കൊമേഴ്സ്യൽ കോർപ്പറേഷൻ. അതാണ് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1966 അദ്ദേഹം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ തുടക്കമായിട്ടുള്ള റിലയൻസ് കൊമേഴ്സ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം റിലയൻസ് കൈവയ്ക്കാത്ത ബിസിനസ് മേഖലകളില്ല. അപ്പോൾ റിലയൻസ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിരുന്ന 1992 കാലഘട്ടങ്ങളിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്, ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ വളരെയധികം പൈസ സമ്പാദിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ റിലയൻസ്. ആൻഡ് മോറോവർ അതിന് പുറമെ റിലയൻസ് എന്തുകൂടിയാണ്, ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ഫീച്ചർ ഓൺ ഫോബ്സിൻ്റെ ലിസ്റ്റ് ഓഫ് 500 ലാർജ് കമ്പനീസ്.
ആ ലിസ്റ്റിൽ പേര് വന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അംബാനിയെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു വെച്ചിരുന്നു. മുകേഷ് അംബാനിയുടെ, അനിൽ അംബാനിയുടെ കാര്യമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ധീരുഭായ് അംബാനി തുടങ്ങി വെച്ച റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അത് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു പേര്? റിലയൻസ് കൊമേഴ്സ്യൽ കോർപ്പറേഷൻ. അവരാണ് ഏറ്റവും ആദ്യമായി നമ്മുടെ ഈ ഫോബ്സിൻ്റെ 500 ലാർജസ്റ്റ് കമ്പനീസിൻ്റെ ലിസ്റ്റിൽ വന്നത്. വേൾഡ് ലെവൽ കമ്പനീസാണ് അതിൽ. അതേപോലെ തന്നെ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇവരെ ഈ ധീരുഭായ് അംബാനിയെ നെയിം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഓൺട്രപ്രണർ ഓഫ് ദ 20th സെഞ്ച്വറി എന്നാണ്. 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സംരംഭകൻ എന്നാണ് നമ്മുടെ ധീരുഭായ് അംബാനിയെ സവിശേഷപ്പെടുത്തിയിട്ടുള്ളത്, FICCI വിശേഷിച്ച് വിളിപ്പിച്ചിരുന്നത്. ഇനി അംബാനി വാസ് ആൾസോ ഹോണേഡ് വിത്ത് പത്മവിഭൂഷൺ. ജനുവരി 2016 നമ്മളുടെ രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, വൺ നീഡ്സ് ടു കീപ് ഹർ മൈൻഡ് ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹാവ് പേഷ്യൻസ് ടു അച്ചീവ് സംതിങ് ബിഗ്. അതായത് ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? അവസരങ്ങളെ നോക്കിയിരുന്നുകൊണ്ടിരിക്കണം. സദാസമയം നമ്മളുടെ മനസ്സിനെ അവസരങ്ങൾക്ക് നേരെ തുറന്നിട്ടിരിക്കണം. അതേപോലെ തന്നെ ക്ഷമ വേണം. വലിയതെന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം. ദെൻ വൺ നീഡ്സ് ടു ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ എസ്റ്റാബ്ലിഷ് എ ബിഗ് ബിസിനസ് ഹൗസ്. നമ്മൾക്ക് വലിയൊരു ബിസിനസ് ഹൗസ് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായ ശക്തമായ ഒരു അടിത്തറ തന്നെ രൂപീകരിക്കണം. ദെൻ ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ടു ബിക്കം സക്സസ്ഫുൾ. ഒരാൾക്കും വളരെ പെട്ടെന്ന് ബിസിനസ് തുടങ്ങി വളരെ പ്രശസ്തനോ സക്സസ്ഫുള്ളോ ആയി മാറാൻ കഴിയില്ല. വർഷങ്ങളോളം കഠിന പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു സക്സസ്ഫുൾ ബിസിനസ് മാഗ്നറ്റ് മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് ധീരുഭായ് അംബാനിയുടെ സ്റ്റോറി. നമ്മൾ പറഞ്ഞില്ലേ, യമനിൽ പോയപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ അസിസ്റ്റൻ്റായി ജോലി ചെയ്യാൻ തുടങ്ങിയ ആളാണ്. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. സക്സസ് സ്റ്റോറീസ് ഓഫ് ഫസ്റ്റ് ഓൺട്രപ്രണേഴ്സിൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മിസ്റ്റർ നാരായൺ മൂർത്തിയാണ്. മിസ്റ്റർ നാരായൺ മൂർത്തി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ IT ഇൻഡസ്ട്രി. ഇന്ത്യൻ IT ഇൻഡസ്ട്രിയുടെ ഫാദർ എന്ന പേരിലാണ് നമ്മൾ നാരായൺ മൂർത്തിയെ അറിയപ്പെടുന്നത് തന്നെ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻഫോസിസ് വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ബാംഗ്ലൂർ. നമ്മൾ ബാംഗ്ലൂർ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഇൻഫോസിസ് സ്ഥാപിച്ച വ്യക്തിയാണ് നാരായൺ മൂർത്തി. അദ്ദേഹം ജനിച്ചത് കർണാടകയിലെ മൈസൂരിലാണ്. 1946 ഒരു നോർമൽ ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എൻജിനീയർ ആവണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എൻട്രൻസ് എക്സാം എഴുതുകയും പക്ഷേ ഫാമിലിയിലെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഒരു എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. കാരണം ഇറ്റ് കനോട്ട് ബി അഫോർഡഡ് ബൈ ദ ഫാമിലി. നമ്മൾക്ക് അവരുടെ ഫാമിലിക്ക് അതിൻ്റെ ചെലവുകൾ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും പ്രയാസമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സാധാരണ ഒരു കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഒരു ഡിഗ്രി എടുത്തു. അപ്പോൾ എൻജിനീയറിങ്ങിന് പോകാൻ പറ്റിയില്ല, IITകളിലൊന്നും ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി എടുക്കുകയാണ്. ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രി എടുത്തു. അതിൻ്റെ ശേഷം IIT കാൺപൂരിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി എൻറോൾ ചെയ്തു. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റായി പുറത്തു വന്നു. IIT കാൺപൂരിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി എൻറോൾ ചെയ്തു. ആ ഡിഗ്രി ചെയ്തതിന് ശേഷം ജോലി ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ആദ്യമായി ജോലി ചെയ്തത് ആസ് എ സിസ്റ്റം പ്രോഗ്രാമർ അറ്റ് IIM അഹമ്മദാബാദ്. അഹമ്മദാബാദിലുള്ള IIMൽ ഒരു സിസ്റ്റം പ്രോഗ്രാമറായിട്ടാണ് നമ്മളുടെ നാരായൺ മൂർത്തിയുടെ പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. ഹി സ്റ്റാർട്ടഡ് എ കമ്പനി വിത്ത് ദ നെയിം സോഫ്റ്റ്രോണിക്സ്. സോഫ്റ്റ്രോണിക്സ് എന്നുള്ള പേരിൽ ഒരു കമ്പനി തുടങ്ങി. ഏർലി സ്റ്റേജിൽ തന്നെ ദ കമ്പനി ബിക്കം എ ഫെയിലർ. വളരെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ഈ കമ്പനി ഒരു പരാജയമായി. അതിന് ശേഷം തന്നെ പോലെയുള്ള 6 പേരെ കൂടെ ചേർത്ത് കൊണ്ട്
അദ്ദേഹം ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്തു. 1981 ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആയിരുന്നു. ഇന്ന് എത്രയോ ഡോളേഴ്സാണ്, $ബില്യൺ ആണ് അതിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. അത്രയും വാല്യൂ ഉള്ള കമ്പനിയാണ് ഇന്ന് ഇൻഫോസിസ് എന്ന് പറയുന്നത്. അദ്ദേഹം 1981 ഈ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആളുകൾക്കെല്ലാം ഗ്ലോബൽ ഡെലിവറി മോഡൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അതാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് തന്നെ നമ്മൾക്ക് പറയാം. 2011 വരെ നാരായൺ മൂർത്തി അവിടെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കമ്പനി ലോസിലേക്ക് പോകാൻ തുടങ്ങി. അതായത് ആ ഒരു ഹൈ പ്രോഗ്രസ്സിൽ നിന്ന് കുറച്ചിങ്ങനെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രോത്താണ് കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്തു, കമ്പനി ഇദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചു വിളിച്ചു. 2013 അദ്ദേഹം ആ കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്ത് ഇന്ന് അതിനെ കൃത്യമായി പുതിയൊരു രൂപത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പഴയ ആ പ്രൗഢഗംഭീരമായ ആ ഹിസ്റ്ററിയിലേക്ക് തന്നെ കമ്പനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫോബ്സ് മാഗസീനിൽ ടോപ്പ് 12 ഗ്രേറ്റ് എൻ്റർപ്രണേഴ്സിൻ്റെ ലിസ്റ്റിൽ 2012 ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിന് പുറമെ ഏറ്റവും ആദ്യമായി ഏണസ്റ്റ് ആൻഡ് യങ്സ് വേൾഡ് ഓൺട്രപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഒരു ഇന്ത്യൻ വ്യക്തിയാണ് നാരായൺ മൂർത്തി. അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മളുടെ രാജ്യം പത്മവിഭൂഷണും പത്മശ്രീ അവാർഡുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായി ഒരു വീക്ഷണത്തോടു കൂടി അല്ലെങ്കിൽ അവനവൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി കൃത്യമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സൊസൈറ്റികളിൽ, സയൻറ്റിഫിക് സൊസൈറ്റികളിലും മെമ്പറാണ്. വെൽ നോൺ യൂണിവേഴ്സിറ്റീസുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു എൻജിനീയർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ എൻട്രൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല, IITകളിലൊന്നും എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ കുടുംബത്തിന് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇൻഫോസിസ് പോലെയുള്ള ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മിസ്റ്റർ മൂർത്തി ആൾവേസ് ബിലീവ്ഡ് ഇൻ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഡീലിങ്സ് വിത്ത് which earned a great deal of credibility to the company under his dealership. അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്ന സമീപനത്തോടെ കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ ഒരിക്കലും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്രോണിക്സ് പരാജയമായി എങ്കിലും അദ്ദേഹം തളരാതെ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഠിന പ്രയത്നത്തിനുള്ള സ്കില്ല് ഓൺട്രപ്രണേഴ്സിന് വേണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരിക്കലും നെപ്പോട്ടിസം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു നല്ല ഓൺട്രപ്രണർ ആണ് എന്ന് വിചാരിച്ച് തൻ്റെ മക്കളെ തന്നെ വീണ്ടും കമ്പനിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയല്ല ചെയ്തിരുന്നത്. കാലിബറുള്ള സ്കില്ലുള്ള ആളുകളെയാണ് അദ്ദേഹം അവരുടെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കൃത്യമായി പ്രൊഫഷണലായ, ക്വാളിഫൈഡായ അല്ലെങ്കിൽ അതിനോട് അത്രയും താല്പര്യമുള്ള വ്യക്തികളെയാണ് അവർ ഹയർ ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ഇൻഫോസിസിൻ്റെ നാരായൺ മൂർത്തിയുടെ സ്റ്റോറി. ദെൻ അടുത്തത് കൽപ്പന സരോജിൻ്റെ സ്റ്റോറിയാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓൺട്രപ്രണർ ആണ് കൽപ്പന സരോജ്. കൽപ്പന സരോജിൻ്റെ കേസിലാണ് നമ്മൾക്ക് സ്ലം ഡോഗ് മില്ലണിയർ എന്നുള്ള ടേം കൃത്യമായി അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അതായത് തെരുവിൽ നിന്ന് ജനിച്ച് കോടീശ്വരനായി മാറിയ ആളുടെ കഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൽപ്പന സരോജിൻ്റെ കേസിൽ പറയാം. കൽപ്പന സരോജ് 1961 മഹാരാഷ്ട്രയിലാണ് ഒരു ദളിത് കുടുംബത്തിലെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. ഒരു പാവപ്പെട്ട ഏറ്റവും പുവർ ആയിട്ടുള്ള ഒരു ദളിത് ഫാമിലിയിലാണ് കൽപ്പന സരോജ് ജനിച്ചത്. 12ാമത്തെ വയസ്സിൽ തന്നെ ഹി ഗോട്ട് മാരീഡ്. ഈ കൽപ്പന സരോജിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ വീട്ടിൽ 12 വയസ്സിലാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചത്. അവരുടെ ഇൻലോസിൻ്റെ ഉപദ്രവങ്ങൾ കാരണം അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. At the age of 16, she went to Mumbai with her uncle.
ഒരു 16 വയസ്സായപ്പോൾ 12 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. അവിടെയുള്ള മാനസികമായും ശാരീരികപരമായുള്ള ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം അവിടെ നമ്മൾ പറഞ്ഞു ഒരു സാധാരണ ദളിത് കുടുംബമാണ്. 16 വയസ്സായപ്പോൾ അമ്മാവൻ്റെ കൂടെ ബോംബെയിലേക്ക് പോയി. എന്തെങ്കിലും ജോലി അന്വേഷിച്ച് ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുംബൈയിലേക്ക് പോയി. ആൻഡ് ബിഗാൻ ടു വർക്ക് ആസ് എ വർക്കർ ഇൻ എ ഗാർമെൻറ്റ് യൂണിറ്റ്. അവിടെയുള്ള ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ഒരു സാധാരണ ജോലിക്കാരിയായി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അവനവൻ്റെ അത്യാവശ്യം ജീവിത ചെലവുകൾക്കും വീട്ടിലേക്കും എല്ലാം അയക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്താണ് അവരുടെ ഫാമിലിയിൽ ഒരു ട്രാജിക് ഈവൻ്റ് ഉണ്ടായത്. അവരുടെ യങ്ങസ്റ്റ് സിസ്റ്റർ അവർക്ക് ഒരു അസുഖം വരികയും ആ അസുഖത്തിന് ചികിത്സിക്കാൻ കൃത്യമായി പൈസ ചെലവാക്കാൻ ഇല്ലാത്തൊരവസ്ഥ കൊണ്ട് അവരുടെ കുടുംബത്തിൽ ആ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന സരോജിൻ്റെ സഹോദരി മരണപ്പെടുകയാണ് ഉണ്ടായത്. കൃത്യമായ ചികിത്സ ലഭിക്കാതെ ആ കുട്ടി മരിച്ചു. അന്നു മുതൽ കൽപ്പന സരോജിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ടു സെർവ് ദ അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റുകളും ലഭിക്കാത്ത ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ള ഒരാശയം ഈ കൽപ്പന സരോജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഷീ ഗോട്ട് എ ഗവൺമെൻറ് ലോൺ അണ്ടർ SC/ST കാറ്റഗറി. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സിന് ഗവൺമെൻറ് ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് നൽകാറുണ്ട്. അങ്ങനെ SC/STക്ക് നൽകുന്ന ഒരു ലോൺ എടുത്തുകൊണ്ട് ആ കുട്ടി ഒരു ഫർണിച്ചർ സ്റ്റോർ തുടങ്ങി. അതിൻ്റെ കൂടെ ടൈലറിങ്ങും ഉണ്ടായിരുന്നു. കൽപ്പന സരോജ് തുന്നൽ പ്രവർത്തികളിലും ഏർപ്പെട്ടിരുന്നു. ഒരു ഫർണിച്ചർ സ്റ്റോർ തുടങ്ങുകയും ചെയ്തു. ആ ബിസിനസ് നടത്തുന്നതിൻ്റെ ഭാഗമായി പിന്നീട് കൽപ്പന സരോജ് ഒരു NGO സ്റ്റാർട്ട് ചെയ്തു. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ സ്വന്തം സഹോദരി ചികിത്സിക്കാൻ പൈസ ഇല്ലാതെയാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വേറെയുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന് കരുതി അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവരൊരു NGO സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ NGOവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഇവരുടെ സ്കില്ലിൽ ഇംപ്രസ് ആയിട്ട് കമാനി ട്യൂബ്സ് ഇവരുടെ അടുത്ത് ഒരു സഹായം ചോദിച്ചു വരികയാണ്. 116 കോടിയുടെ ബാധ്യതയാണ് കമാനി ഗ്രൂപ്പ്സിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ കമാനി ഗ്രൂപ്പ്സിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കാനും ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാനും വേണ്ടി നമ്മളുടെ കൽപ്പന സരോജ് സമ്മതിക്കുകയും 2001 ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തത്. പിന്നീട് ഈ കൽപ്പന സരോജിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഹാർഡ് വർക്കിൻ്റെ ഫലമായി ആ കമ്പനി വീണ്ടും ചെറിയ തോതിൽ ലാഭമുണ്ടാക്കുന്ന കമ്പനിയായി മാറി. അപ്പോൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ഇടയിൽ, സാധാരണക്കാരായ സംരംഭകർക്കിടയിൽ ഏറ്റവും പ്രചോദനമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൽപ്പന സരോജ്. ഇവരുടെ സർവീസുകളെ കണക്കിലെടുത്തുകൊണ്ട് 2013 ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഒരു മെമ്പർഷിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് കൃത്യമായി നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു NGOയും അതുപോലെ തന്നെ ഒരു കമ്പനിയും ഒക്കെ ഏറ്റെടുത്ത് നടത്തിയ ഒരു വ്യക്തിയാണ് കൽപ്പന സരോജ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്, ഡിഗ്രീസ് ഡു നോട്ട് മേക്ക് ആൻ എൻ്റർപ്രണർ. പലപ്പോഴും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരു ഓൺട്രപ്രണർക്കും സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം ഈ കൽപ്പന സരോജിനുണ്ടായിരുന്നത് വെറും അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ്. 12 വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള പഠിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പവർ ടു അക്കംപ്ലിഷ് ദ ഗോൾ. കൃത്യമായ ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാഴ്ചപ്പാടും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സും കൽപ്പന സരോജിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു NGO സ്റ്റാർട്ട് ചെയ്യാനും കമാനി ട്യൂബ്സിൻ്റെ കമ്പനി ഏറ്റെടുക്കാനും അതിനെ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയാക്കി മാറ്റാനുമെല്ലാം അവർക്ക് കഴിഞ്ഞത്. സക്സസ് സ്റ്റോറീസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സിൽ അടുത്തതായി നമ്മൾ നോക്കുന്നത് വിജയ് ശേഖർ ശർമ്മയാണ്. വിജയ് ശേഖർ ശർമ്മ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഫൗണ്ടർ ഓഫ് പേടിഎം എന്ന് പറയുന്ന ആ ഓൺലൈൻ വാലറ്റ് സിസ്റ്റത്തിൻ്റെ
ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയ ആൾ തന്നെ, ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ തന്നെ നമ്മളുടെ വിജയ് ശേഖർ ശർമ്മയാണ്. അപ്പോൾ ഈ വിജയ് ശേഖർ ശർമ്മ നമ്മൾ 2020 100 റിച്ചസ്റ്റ് പീപ്പിളിൻ്റെ കണക്കെടുത്തപ്പോൾ ഫോബ്സിൻ്റെ ലിസ്റ്റിൽ ഇന്ത്യയിലെ 100 ഏറ്റവും പണക്കാരായ വ്യക്തികളുടെ പേരെടുത്തപ്പോൾ അതിൽ വിജയ് ശേഖർ ശർമ്മയാണ് ഇന്ത്യ സെക്കൻഡ് യങ്ങസ്റ്റ് ബില്യണയർ. അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് അന്ന് 2020 $2.35 ബില്യൺ ആണ്. അപ്പോൾ ഈ വിജയ് ശേഖർ ശർമ്മ അലിഗഡിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു. പിന്നെ ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഇദ്ദേഹം എൻജിനീയറിംഗ് ഡിഗ്രി എടുത്തത്. എൻജിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം സാധാരണ വിദ്യാഭ്യാസം ചെയ്തത് ഒരു സ്മാൾ ടൗണിലായിരുന്നു. ആ സ്മാൾ ടൗണിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാം ഹിന്ദി ലാംഗ്വേജിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇദ്ദേഹത്തിന് യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഗ്രാജുവേഷന് വേണ്ടി കോളേജിൽ ചെന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയും ഒരുപാട് ബുക്കുകൾ വായിച്ചുമൊക്കെയാണ് ഇദ്ദേഹം ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അനായാസമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിച്ചത്. അങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ ആപ്പിള്, HP, ഇൻറ്റൽ അങ്ങനെയുള്ള ബിഗ്ഗസ്റ്റ് നെയിംസും അവരുടെ സ്റ്റോറീസും എല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആസ്പിറേഷൻ ആവാൻ തുടങ്ങി. അദ്ദേഹത്തിന് സിലിക്കോൺ വാലി സക്സസ് സ്റ്റോറീസ് മനസ്സിലായതിനു ശേഷം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പൈസ ഇല്ലാത്തത് കാരണം, ലാക്ക് ഓഫ് മണി ആൻഡ് റിസോഴ്സ്, പൈസയും അതിന് വേണ്ട റിസോഴ്സും ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് അവിടേക്ക് പോവാൻ കഴിഞ്ഞില്ല. അന്ന് അദ്ദേഹം ആലോചിച്ചു, എന്തുകൊണ്ട് നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സിലിക്കോൺ വാലി ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. 2001 അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 197 കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് 197 കമ്മ്യൂണിക്കേഷൻ എന്നായിരുന്നു. അപ്പോൾ ഈ കമ്പനി സാധാരണക്കാരായ വ്യക്തികൾക്കും കമ്പനികൾക്കുമെല്ലാം ഒരു സെർച്ച് എൻജിനാണ് ഓഫർ ചെയ്തത്. അതിൻ്റെ റിസൾട്ടായിട്ട് ഈ വിജയ് ശേഖർ നല്ലൊരു യങ് ബിസിനസ്മാനായി വളർന്നു വന്നു. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ, അപ്പോൾ ഇത് നല്ലൊരു സ്കോപ്പുള്ള മേഖലയാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പേയ്മെൻറ്റ് കൊടുത്തിരുന്നത്. ചില സമയത്ത് ഏകദേശം 24% അദ്ദേഹത്തിന് പലിശയായി കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ട് നിലനിന്നിരുന്നു. ആ സമയത്താണ് നമ്മളുടെ ശർമ്മ പീയൂഷ് അഗർവാളുമായി പരിചയപ്പെടുന്നത്. പീയൂഷ് അഗർവാളിൻ്റെ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടി അവരുടെ ബിസിനസ്സിന് ഇദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ആ സോഫ്റ്റ്വെയർ കാരണം പീയൂഷ് അഗർവാളിൻ്റെ ബിസിനസ്സിൽ എത്രയോ ഇരട്ടി ലാഭം ഉണ്ടാവാൻ തുടങ്ങി. അവരുടെ ബിസിനസ്സിന് അത് വളരെയധികം ഹെൽപ്ഫുള്ളായി, അവർക്ക് വളരെ നല്ല റിട്ടേണും ഉണ്ടാവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പീയൂഷ് അഗർവാൾ അവരുടെ കമ്പനിയിലെ CEO പോസ്റ്റ് ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തു. പക്ഷേ ശർമ്മ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തില്ല. പകരം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് അന്ന് നല്ല ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. ഒരുപാട് ലോൺ എടുത്തതിൻ്റെ പലിശയും ഒക്കെ പേയ്മെൻ്റ് ആയിട്ട് വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ പീയൂഷ് അഗർവാളിനോട് പറഞ്ഞു. അപ്പോൾ ജോലി അദ്ദേഹം സ്വീകരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ കമ്പനി നോക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം നിന്നത്. അപ്പോൾ പീയൂഷ് അഗർവാൾ മിസ്റ്റർ ശർമ്മയെ സഹായിക്കാൻ വേണ്ടി 197 കമ്മ്യൂണിക്കേഷൻ്റെ 40% ഷെയർസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അവരുടെ ഷെയർ ക്യാപ് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു 40% ഷെയർ ഇദ്ദേഹം വാങ്ങിച്ചു. ആ പൈസ കൊണ്ട്, ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസ കൊണ്ട് നമ്മളുടെ ശർമ്മ അവരുടെ കടബാധ്യതകൾ തീർക്കുകയും അവരുടെ കമ്പനി കൃത്യമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹം ഒരു ബെയ്ജിങ്ങിലേക്ക് യാത്ര നടത്തി. ആ ബെയ്ജിങ്ങിലേക്ക് പോകുന്ന സമയത്ത്
അവിടെയുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് കണ്ടപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ചൈനയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഇന്ത്യയിലും ഇതേപോലെ അഡ്വാൻസ്ഡ് ആയി ചിന്തിച്ചുകൂടാ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അതിൻ്റെ ഫലമായി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം പേടിഎം എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ഇ വാലറ്റ് സംവിധാനത്തെക്കുറിച്ച് ഒരു പ്രപ്പോസൽ വെച്ചു. പക്ഷേ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ പ്രൊജക്റ്റിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്വന്തം റിസ്കിൽ ഒരു 5 കോടി രൂപ 6 മാസത്തേക്ക് നിങ്ങളൊന്ന് ഇത് ടെസ്റ്റ് ബേസിസിലൊന്ന് ഇംപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 5 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് അലോട്ട് ചെയ്ത് കൊടുത്തത്. പക്ഷേ ആ പേടിഎം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ന് അവരെ ഇത്രയും പണക്കാരുടെ ലിസ്റ്റിലേക്ക് വിജയ് ശേഖർ ശർമ്മയെ എത്തിച്ചു. അപ്പോൾ കൃത്യമായ ഒരു ആശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിച്ചാലും ചാലഞ്ചുകളെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ സക്സസ് നേടാം എന്നുള്ളതാണ് നമ്മളുടെ വിജയ് ശേഖർ ശർമ്മയുടെ സ്റ്റോറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദെൻ അടുത്തൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണറാണ് റിതേഷ് അഗർവാൾ. റിതേഷ് അഗർവാൾ എന്ന് കേൾക്കുമ്പോൾ ഓയോ ഹോട്ടൽസിൻ്റെ ഫൗണ്ടർ. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു റിതേഷ് അഗർവാൾ. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോട്ടലുകളിൽ താമസിക്കാനുള്ള ചിലവാണ്. അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള നോർമൽ ബഡ്ജറ്റ് ഹോട്ടൽസ് എവിടെയും അവൈലബിൾ അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹം ഇൻ്റർനാഷണൽ ട്രാവൽ നടത്തുന്ന സമയത്ത് ഒരു എന്താ പറയുക, ചില സമയങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നല്ല നല്ല ഹോട്ടലുകൾ, കൃത്യമായി നല്ല ഫെസിലിറ്റിയിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഹോട്ടൽസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കിട്ടാത്തത് കാരണം. അപ്പോൾ നോർമലി ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ രീതിയിൽ സ്റ്റേ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഒരാവൽ സ്റ്റേയ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഹോട്ടൽ ബുക്കിംഗ് സർവീസ് തുടങ്ങിയത്. ആ ബുക്കിംഗ് സർവീസൊക്കെ തുടങ്ങിയെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആ പ്രോജക്റ്റിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ ഹോട്ടൽസിനും ഇവർ പറയുന്ന ആ രീതിയിലുള്ള ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യമോ അവസ്ഥയോ ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച് കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത്, അവർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ പഴയ ബിസിനസ്സിനെ ഒന്ന് റീബിൽഡ് ചെയ്തെടുത്തു. അദ്ദേഹത്തിൻ്റെ ആ പഴയ ഓൺലൈൻ ഹോട്ടൽ ബിസിനസ്സിനെ ഒന്നുകൂടെ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഓയോ എന്ന് പറയുന്ന ഹോട്ടൽസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ഓയോ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓൺ യുവർ ഓൺ എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയ രീതിയിൽ കിട്ടുന്ന ഹോട്ടൽ ഫെസിലിറ്റി എവിടെയാണ് എന്നുള്ളത് അവർ കൃത്യമായി അവരുടെ വെബ്സൈറ്റുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലൂടെ നമ്മൾക്ക് പകർന്നു നൽകുന്നു. അപ്പോൾ 19 വയസ്സിലാണ്, ട്രാവലിംഗ് ഇഷ്ടമുള്ള ആളായിരുന്നു നമ്മൾ പറഞ്ഞു, 19 വയസ്സിലാണ് ഈ ഒരു ആശയം രൂപീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കമ്പനി ആദ്യമായി തുടങ്ങിയതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യുവർ പാഷൻ ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ. ആ ട്രാവലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാഷൻ. ആ ട്രാവലിങ്ങുമായി റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സ്വന്തമായി കമ്പനി തന്നെ തുടങ്ങിയത്. അപ്പോൾ വയസ്സ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് എന്ന് നമ്മൾക്ക് റിതേഷ് അഗർവാളിൻ്റെ സ്റ്റോറി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിൽ വരുന്ന സക്സസ്ഫുൾ സ്റ്റോറീസിൽ അടുത്തതായി വരുന്നതാണ് ഫാൽഗുനി നായർ. ഫാൽഗുനി നായറിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ആ പേര് കേട്ടാൽ നമ്മൾ ഓർമ്മിക്കുന്നത് നൈക്ക എന്നുള്ള വാക്കാണ്. ബ്യൂട്ടി റിലേറ്റഡ് പ്രോഡക്ട്സ്, ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആക്സസറീസിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നൈക്ക എന്നുള്ള പേര് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ പ്രോഡക്ട്സാണ് നൈക്കയിലൂടെ സെയിൽസ് നടത്തുന്നത്. 2012 ഒരു ഓൺലൈൻ കമ്പനിയായി നൈക്ക രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് അവർ ഓൺലൈനിനോടൊപ്പം തന്നെ ഓഫ്ലൈൻ
ട്രേഡിംഗ് ചാനൽസും ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫാൽഗുനി നായർ ഒരു ഗുജറാത്തി ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ്. ബോംബെയിലാണ് ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരുടെ ഫാദർ ഒരു ബിസിനസ് മാൻ ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ അവർക്ക് ബിസിനസ്സിൽ കൃത്യമായ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ IIM അഹമ്മദാബാദിൽ നിന്ന് MBA ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് ഫാൽഗുനി നായർ. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ട് കൊട്ടക് മഹീന്ദ്രയിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻസിനെ ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ 18 വർഷത്തോളം അവരവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ എന്ത് ചെയ്തു? അപ്പോയിൻറ്റഡ് ഹർ മാനേജിംഗ് ഡയറക്ടർ, ആ മഹീന്ദ്രയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ബിസിനസ്സിൻ്റെ MD ആയിട്ട് 2005 അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അന്നൊക്കെ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ സ്വന്തമായൊരു ബിസിനസ് എന്നുള്ള ചെറിയൊരു ആശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2012 അന്ന് അവർക്ക് 50 വയസ്സാണ്. അറ്റ് ദ ഏജ് ഓഫ് 50 അവരെന്ത് ചെയ്തു? അവരുടെ ജോലി രാജിവെച്ചു, സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു മേഖല എന്നുള്ള രീതിയിലാണ് ബ്യൂട്ടി പ്രോഡക്ട്സ് എന്നുള്ള ആ ഒരു സെക്ടറിലേക്ക് അവരുടെ ബിസിനസ് ഐഡിയ അവർ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നൈക്ക എന്ന് പറയുന്ന സംരംഭം ലോഞ്ച് ചെയ്തു. അതിൽ കൃത്യമായി ആദ്യമൊക്കെ പ്രശസ്തരായ നമ്മുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, കോസ്മെറ്റിക്സ് ഒക്കെ ഓഫർ ചെയ്യുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റാണ് നൽകിയിരുന്നത്. ഒരു മൾട്ടി ബ്രാൻഡ് റീറ്റെയിലർ ആയിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് അവർ തന്നെ അവരുടെ സ്വന്തം ബിസിനസ് ബ്യൂട്ടി ബ്രാൻഡ് നൈക്ക ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തു. നൈക്ക ഫാഷൻ ലോഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈനിനോടൊപ്പം ഓഫ്ലൈൻ ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടി അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ് മേഖലയിൽ ക്ലോത്ത്, ഫുട്വെയർ, ബാഗ്, ആക്സസറീസ്, ഹോം ഡെക്കോർ, ബെഡ് ആൻഡ് കിച്ചൺ, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾക്ക് നൈക്കയിൽ അവൈലബിൾ ആണ്. 2022 അതായത് 2021 അവസാനത്തിൽ അവർ IPOയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു വിമൺ ആണെങ്കിൽ കൂടി അവരുടെ 50ാമത്തെ ഏജിലാണ് ഒരു ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ കൃത്യമായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ബിസിനസ് ഐഡിയാസ് രൂപീകരിച്ച് സംരംഭങ്ങൾ തുടങ്ങിയാൽ ഏത് മേഖലയിലാണെങ്കിലും അത്തരം ഓൺട്രപ്രണേഴ്സിന് സക്സസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സിൻ്റെ സക്സസ് സ്റ്റോറീസാണ് നമ്മൾ നോക്കിയത്. ഇതുവരെ പറഞ്ഞത് ലാർജ് സ്കെയിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ സ്റ്റോറീസാണ്. സക്സസ് സ്റ്റോറീസ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ ലാർജ് സ്കെയിൽ ബിസിനസ്സുകാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി വരുന്നത് സക്സസ് സ്റ്റോറീസ് ഓഫ് സ്മാൾ ബിസിനസ് ഓണേഴ്സ്. ഇന്ത്യയിൽ സക്സസ് ആയിട്ടുള്ള ഫസ്റ്റ് ഓൺട്രപ്രണേഴ്സ് തന്നെയാണ്. പക്ഷേ അവരെങ്ങനെയാണ്? സ്മാൾ ബിസിനസ് യൂണിറ്റ്സ് ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മിസ്റ്റർ അങ്കിത് പാണ്ഡെ. അങ്കിത് പാണ്ഡെ എന്ന് പറയുമ്പോൾ ഫൗണ്ടർ ഓഫ് ട്രിപ്പിംഗ് വൈബ് ഡിജിറ്റൽ. ട്രിപ്പിംഗ് വൈബ് ഡിജിറ്റലിൻ്റെ ഫൗണ്ടറാണ്. അദ്ദേഹം ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഹോൾഡറാണ്. 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അതിൽ റിനൗൺ നെയിംസ് എന്ന് പറയുമ്പോൾ SEOs. അത് ഏതിന് കീഴിലാണ്? ട്രിപ്പിംഗ് വൈബ് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ ഫൗണ്ടറാണ് മിസ്റ്റർ അങ്കിത് പാണ്ഡെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. അവിടെ മഹോബ എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയിൽ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഹോൾഡറാണ് അങ്കിത് പാണ്ഡെ. അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു അങ്കിത് പാണ്ഡെ ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി ആയത് കാരണം അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ കോളേജ് ഡേയ്സിൽ തന്നെ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മൂപ്പര് സ്വന്തമായൊരു വെബ്സൈറ്റൊക്കെ രൂപീകരിക്കുകയും ബ്ലോഗുകൾ എഴുതാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. എൻജിനീയറിംഗ് ഡിഗ്രി ഒക്കെ നേടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഒരു കണ്ടൻറ് റൈറ്റിംഗ് കമ്പനി ആയിട്ടാണ്. ആ ബിസിനസ്സുകാർക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റുകൾ എഴുതി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്.
അപ്പോൾ അവരുടെ ക്ലയൻസ് അവരോട് SEO സർവീസ് കൂടെ ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം SEO ഈസ് എന്ന് പറയുന്ന രീതിയിൽ ഈ SEO സർവീസുകൾ കൂടി നൽകാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ പാക്കേജുകളിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, കോണ്ടൻറ് റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പേപ്പർ ക്ലിക്ക് സർവീസ്, കംപ്ലീറ്റ് ലിങ്ക് ബിൽഡിംഗ്, പാണ്ട ആൻഡ് പെൻഗ്വിൻ റിക്കവറി, അഡ്വാൻസ് വെബ്സൈറ്റ് ഓഡിറ്റ് ടു റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലിക്കോൺ ഇന്ത്യ മാഗസിൻ പറഞ്ഞത് 20 മോസ്റ്റ് പ്രോമിസിങ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ്സ് ഇൻ ഇന്ത്യ 2018. അപ്പോൾ ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മുടെ SEO ഈസിനെ ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സെർച്ച് എൻജിൻ സർവീസുകൾ, അതിന് വേണ്ട ആവശ്യമായ എല്ലാ സർവീസുകളും നമ്മൾ അതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് ഗൂഗിൾ പാർട്ട്ണർ ബാഡ്ജ് ഉണ്ട്. ഈ നമ്മുടെ SEO ഈസിന് ഗൂഗിൾ പാർട്ട്ണർ ബാഡ്ജ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2017 ഇഷ്യൂ ഓഫ് ഡിജിറ്റ് മാഗസിൻ ആസ് ടോപ്പ് 30 ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ്, ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് പ്ലേസുകളിൽ നിൽക്കുന്ന 30 ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരു സ്ഥാനവും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റർ അങ്കിതിന് മനസ്സിലായി ഈ മേഖലയിൽ വളരെയധികം സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കോമ്പറ്റീഷനും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്ന ആൾ ഒരു ക്വിക്ക് ലേണർ ആയിരിക്കണം. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കണം ഏത് പ്രോഡക്റ്റിലാണെങ്കിലും. റീസെൻ്റ്ലി കമ്പനി ലോഞ്ച്ഡ് ഇറ്റ്സ് ഓൺ സാസ് പ്രോഡക്റ്റ് നെയ്മഡ് റാങ്ക്ലോഗ്സ് എന്ന പേരിലാണ് അവർ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ പ്രോഡക്റ്റ് എന്തിനാണ്? ദർ ആർ ഹാർഡ്ലി എനി സാസ് ടൂൾസ് റിലേറ്റഡ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അപ്പോൾ ഏറ്റവും ആദ്യം എന്നുള്ള രീതിയിൽ അവരാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. പ്രോഡക്റ്റ് വിൽ ബി സൂൺ അവൈലബിൾ ഫോർ B2B ക്ലയൻസ്, ബിസിനസ് ടു ബിസിനസ് ഡീലിങ്സ് നടത്തുന്നവർക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അതേപോലെ തന്നെ റീച്ചിങ് യുവർ ഗോൾസ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താ? 1 by 1 ഈസ് സക്സസ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഒരു ചെറിയ സ്റ്റെപ്പ് നിങ്ങളുടെ സക്സസ്സിലേക്കോ ഡ്രീമിലേക്കോ ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് നമ്മളുടെ അങ്കിത് പാണ്ഡെയുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണം. രണ്ടാമതായിട്ട് സക്സസ് സ്റ്റോറീസിൽ രണ്ടാമത്തെ വ്യക്തിയാണ് മിസ്റ്റർ പ്രവീൺ ചിരാനിയ. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് മസിൽസ് ആൻഡ് സ്ട്രെങ്ത് ഇന്ത്യ. ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻ്റാണ്, ഹെൽത്ത് സപ്ലിമെൻ്റാണ്. ഡൽഹി ബേസ്ഡ് ആയിട്ട് അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ചിരാനിയ പറയുന്നത് വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ നമ്മൾക്ക് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ എത്രയോ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റും ന്യൂട്രീഷ്യസ് സപ്ലിമെൻറ്റും ഒക്കെയാണ് ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ ഈ സപ്ലിമെൻറ്റ്സ് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചിരാനിയ ഈ മസിൽ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഒരു കോമേഴ്സ് ഡിഗ്രി ഹോൾഡറാണ്. വെസ്റ്റ് ഗുവാഹട്ടിയിലെ കൊമേഴ്സ് കോളേജിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അമ്മയും അച്ഛനും ബിസിനസ്സുകാരാണ്. ഒരാൾ ഫാർമസിയും ഒരാൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും, മാതാപിതാക്കൾ രണ്ടുപേരും ബിസിനസ്സുകാരായതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ചിരാനിയയുടെ ഉള്ളിലും ബിസിനസ് ആശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ആദ്യം അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ ഫാർമസി ബിസിനസ്സിൽ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ബിസിനസ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസൊക്കെ മനസ്സിലാക്കിയെടുക്കണം. പിന്നീട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുക, അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോൾ ഇ കൊമേഴ്സ് കൃത്യമായി സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് എമംഗ് ദ ഫസ്റ്റ് 100 സെല്ലേഴ്സ്, അതായത് ആമസോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ആ 100 സെല്ലേഴ്സിൽ ഒരാളായിരുന്നു നമ്മളുടെ മിസ്റ്റർ ചിരാനിയ.
ആയിരുന്നു. അപ്പോൾ മസിൽ ആൻഡ് സ്ട്രെങ്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ചെയിൻ ബിസിനസ്സാണ്. അവർ ആരൊക്കെയായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രിൻസ് നറൂല, ഭൂപേന്ദ്ര ധവാൻ, മുകേഷ് ഗെഹ്ലോട്ട്, മായാങ്ക് പവാർ, വിപിൻ യാദവ് ഇവരുമായൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം 13 സ്റ്റോറുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ 2-3 സിറ്റീസിലെല്ലാം ബിസിനസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഓവർ 1000 പ്രോഡക്ട്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതിൽ തന്നെ 42+ ബ്രാൻഡ്സുമുണ്ട്. അപ്പോൾ അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അഫോർഡബിൾ റേറ്റിൽ സാധാരണക്കാരായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ മിസ്റ്റർ പ്രവീൺ ചിരാണിയ മസിൽ ആൻഡ് സ്ട്രെങ്ത് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. സക്സസ് സ്റ്റോറീസ് ഓഫ് സ്മാൾ ഓൺടർപ്രണേഴ്സിൽ ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് 2 പേരുടെ സ്റ്റോറീസാണ്. ഒന്ന് മിസ്റ്റർ സഞ്ജിത് മഹാജൻ, 2 പ്രിയങ്ക റാവത്ത്. സഞ്ജിത് മഹാജൻ്റെ കേസിൽ പാഷനെ ഫോളോ ചെയ്ത ഒരു ഓൺടർപ്രണറാണ്. അവർക്ക് ക്വാളിഫിക്കേഷൻ അല്ല, അവനവൻ്റെ ഇഷ്ടം തേടി നടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ ഒരു സംരംഭം തുടങ്ങിയ വ്യക്തിയാണ്. കാരണം ഇദ്ദേഹം ഒരു In India, art is a hobby and not a career. My personal satisfaction is when I see art growing. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സഞ്ജിത് മഹാജൻ അഭിപ്രായപ്പെട്ടതാണ്. അദ്ദേഹം ഏതിൻ്റെ ഫൗണ്ടറാണ്? ആർട്ടിസാൻ ക്രിയേറ്റീവ് വെഞ്ചേഴ്സ് LLPയുടെ ഫൗണ്ടറാണ്. അപ്പോൾ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ മ്യൂറൽ ആർട്സിൽ ചിത്രം വരയ്ക്കാനും ചുമർ ചിത്രകലയിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ റോഡ് സൈഡുകളിലും എല്ലാം ഇങ്ങനെ ചിത്രങ്ങൾ വരച്ച് നൽകിയിരുന്നു. അപ്പോൾ MBA ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ആർട്ടിസാൻ ക്രിയേറ്റീവ് വെഞ്ചർ LLP സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഐ ആം പാഷനേറ്റ് അബൌട്ട് ആർട്ട്, എനിക്ക് കല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിസാൻ ഈസ് ഫൗണ്ടഡ് ബൈ എൻ ആർട്ടിസ്റ്റ് ഫോർ ദ ആർട്ടിസ്റ്റ്. അപ്പോൾ ആർട്ടിസാൻ എന്ന് പറയുന്ന ഈ സംരംഭം ഒരു ആർട്ടിസ്റ്റാണ് തുടങ്ങിയിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ്? ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചുമർ ചിത്രകലയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേസിക് ഫെസിലിറ്റീസ് പോലും ഇവർക്ക് ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഡ്രൈവർ ഇയാളോട് ചോദിക്കുകയാണ്, എൻ്റെ വണ്ടിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ആ വണ്ടിയിൽ ഒരു ഡിസൈൻ ചെയ്തു കൊടുത്തു. അതിന് 10 രൂപയാണ് പ്രതിഫലമായി കൊടുത്തത്. ഈ വണ്ടിയിൽ ഇത് ചെയ്തതിന് പകരമായി 10 രൂപ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ MBA കഴിഞ്ഞ ആളാണ് എന്ന് പറയുമ്പോൾ ആ വാൻ ഡ്രൈവർ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനെ റോഡ് സൈഡിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്രം വരച്ച് നടക്കുന്ന ആളുകളെ സാധാരണക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായാണ് പരിഗണിക്കാറുള്ളത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്താണ്. ആ സമയത്തിന് ഇദ്ദേഹത്തിനും അത് റിയലൈസ് ചെയ്യാണ്, ആളുകൾ നമ്മളുടെ പാഷനെ പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല കണക്കാക്കുന്നത്, അത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ആർട്ടിസാൻ എന്ന് പറയുന്ന ഈ ഒരു ക്രിയേറ്റീവ് വെഞ്ചർ LLP സ്റ്റാർട്ട് ചെയ്തു. അതൊരു പാൻ ഇന്ത്യ ബേസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആവശ്യമുള്ളവർക്ക് നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്സ്, അത് മ്യൂറൽ പെയിൻറ്റിങ്സോ വാൾ പെയിൻറ്റിങ്സോ എങ്ങനെയാണെങ്കിൽ അത് ഓഫർ ചെയ്യാൻ തുടങ്ങുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇത് കൺവിൻസ് ചെയ്തെടുക്കുക, ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ അതിലേക്ക് ആളുകളെ പരിഗണിച്ചിരുന്നത് ഒരിക്കലും അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കി ആയിരുന്നില്ല. പകരം അവർക്ക് ആ ആർട്ടിനോടുള്ള പാഷൻ നോക്കിയാണ് ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഫ്രം വാൾ സൊല്യൂഷൻസ്, ആർട്ട് സൊല്യൂഷൻസ് ടു വർക്ക്ഷോപ്പ്, മിസ്റ്റർ സഞ്ജിത് ഹാസ് കം അപ്പ് വിത്ത് അനദർ സർവീസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ദേ ഹാൻഡിൽ പേജസ് ആൻഡ് സോഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ദെയർ ക്ലയൻറ്റ്സ് ടു കീപ്പ് ദെയർ കസ്റ്റമേഴ്സ് ഇൻ ടച്ച്. അവരുടെ കസ്റ്റമേഴ്സിന് കൃത്യമായി
അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാനും അവരുടെ വർക്കുകൾ അവർക്കിടയിൽ പ്രചരിപ്പിക്കാനുമെല്ലാം വ്യക്തമായി നെറ്റ്വർക്കുകൾ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. നെറ്റ്വർക്ക് ഇല്ലാതെ ഒരിക്കലും പ്രസൻറ്റ് ഡേ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവാൻ കഴിയില്ല എന്നാണ് സഞ്ജിത് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സഞ്ജിത് മഹാജൻ ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു LLP ആണ് അദ്ദേഹം ഫോം ചെയ്തത്, ആർട്ടിസാൻ ക്രിയേറ്റീവ് വെഞ്ചേഴ്സ്. അത് നമ്മളുടെ ചുമർ ചിത്രകല, അതുപോലെയുള്ള ഗ്രാഫിക്, മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് പ്രിയങ്ക റാവത്തിൻ്റെ സ്റ്റോറിയാണ്. പ്രിയങ്ക റാവത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അവർ വാസ്തുശില്പകലയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വീടുകളുടെയൊക്കെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തു കൊടുക്കാം. അത് റെസിഡൻഷ്യൽ ആയാലും കൊമേഴ്സ്യൽ ആയാലും ഏത് ലെവൽ ഓഫ് ഡിസൈനിങ്ങിലും ചെയ്തു കൊടുക്കുന്നു. ആരുടെ കൂടെയാണ്? ടുഗദർ വിത്ത് ഹെർ ഫ്രണ്ട് സാഹിബ് പൽഗോത്ര. ഓരോ ആളുകളുടെ അവർക്കൊരു വീട് എന്നുള്ള ഒരു സ്വപ്നം, അതിൻ്റെ ഉള്ളിലെ ഡിസൈനുകളെ കുറിച്ചൊക്കെ ഓരോ ആളുകൾക്കും അവരുടേതായ ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാനാണ് നമ്മളുടെ പ്രിയങ്ക റാവത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആളുകൾ ചിലപ്പോൾ വാസ്തു നിയമങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എന്താണോ നമ്മുടെ ക്ലയൻറ്റിന് ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കാം. അവരുടെ പ്രിയങ്കയുടെ അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, അമ്മ ഒരു ഹോം മേക്കറാണ്. പ്രിയങ്ക റാവത്ത് ഒരു ഗ്രാജുവേറ്റ് ആണ്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഗ്രാജുവേഷൻ എടുത്തതാണ്. 5 വർഷത്തോളം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ വർക്ക് ചെയ്തതാണ്. HBA ഇൻ്റർനാഷണലിലും ഇൻക്യൂബീസ് കൺസൾട്ടൻസിലും മാൻഷൻലി പ്രൈവറ്റ് ലിമിറ്റഡിലും എല്ലാം വർക്ക് ചെയ്തതാണ്. പിന്നീട് അവരുടെ ജോലിയും അവരുടെ താല്പര്യങ്ങളും കോർപ്പറേറ്റ് സെക്ടറിന് ചേർന്നതല്ല എന്ന് മനസ്സിലായപ്പോൾ കോർപ്പറേറ്റ് സെക്ടർ വിട്ടുകൊണ്ട് സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അവരുടെ അഭിപ്രായത്തിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ഗ്രോ മൈ ബിസിനസ് ആൻഡ് സ്റ്റേ ഹാപ്പി ടുഗദർ. എനിക്ക് എൻ്റെ ബിസിനസ് വളരണം, അതോടൊപ്പം എന്തുകൂടെ വേണം? സന്തോഷത്തോടെ നിലനിൽക്കുകയും വേണം. അപ്പോൾ ക്ലയൻസിന് എന്താണോ ആവശ്യമുള്ളത് അത് ഓരോ പ്രൊജക്റ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളായിരിക്കില്ല വേറൊരു ക്ലയൻറ്റിനുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട സേവനങ്ങൾ കൃത്യമായി നൽകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് പ്രിയങ്ക റാവത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് യൂണിറ്റിൽ പഠിച്ചത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലാർജ് സ്കെയിൽ ഓൺട്രപ്രണേഴ്സിൻ്റെയും അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ സ്മാൾ ഓൺട്രപ്രണേഴ്സിൻ്റെയും സക്സസ് സ്റ്റോറീസാണ്. അപ്പോൾ യൂണിറ്റ് 15ഓടുകൂടി നമ്മുടെ ഓൺട്രപ്രണർഷിപ്പിലെ ടോട്ടൽ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾക്ക് പുതിയതായി ഒരു സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറായി മാറുന്നത്, ഇത്രയുമാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ഈ സബ്ജക്റ്റിൽ മൊത്തത്തിൽ എല്ലാ യൂണിറ്റ്സിലുമായിട്ട് നമ്മൾ പഠിക്കുന്നത്.